തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ഈ പ്രതി അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, എന്താണ് അയാളുടെ മാനസികാവസ്ഥ എന്ന കാര്യത്തിലാണ് ഇനി പരിശോധന നടക്കുന്നത്. ഇതിന്റെ കാരണമാണ് ഇതുവരെ വ്യക്തമാകാത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊല 5 കൊലപാതകങ്ങൾ നടത്താനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്? സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ളതൊക്കെ മൊഴിയായിട്ട് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ 5 പേരെ കൊലപ്പെടുത്തിയാൽ ആ സാമ്പത്തിക പ്രതിസന്ധി മാറുമോ? അങ്ങനെയുള്ള സംശയങ്ങൾ പോലീസിന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് പ്രാഥമികമായി ചില പരിശോധന നടക്കുന്നുണ്ട്. അയാൾ എലിവേഷൻ കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു. അതുകൊണ്ട് ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അത് ഡോക്ടർമാരടക്കം വിദഗ്ധ പരിശോധന നടത്തി വരികയാണ്. ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിദഗ്ധ പരിശോധന നടത്തി വരികയാണ്. ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി ബെറ്റർ ആവുന്ന സമയത്ത് കൂടുതൽ പരിശോധന അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലും മറ്റും നടത്താം എന്നാണ് പോലീസ് നിലവിൽ ആലോചിക്കുന്നത്. എന്തായാലും 5 കൊലപാതകങ്ങൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്ന് അഫാന്റെ ബ്രദർ, ഈ കൊലപാതകം നടത്തിയ അഫാൻ എന്ന് പറയുന്ന കൊലപാതകയുടെ ബ്രദർ അഫ്സാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 13 വയസ്സാണ് ഉള്ളത്. ഇതിലൊരു പെൺകുട്ടിയാണ് ഉള്ളത്. പെൺകുട്ടി ഈ അഫാന്റെ സുഹൃത്താണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീടുള്ളത് ഉമ്മ ഷെമി ഗുരുതരമായ പരിക്കുകളോടുകൂടി, അതിഗുരുതരമായ പരിക്കുകളോടുകൂടി തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നീടുള്ളത് ലത്തീഫ് എന്നതിന് ഷാഹിദ എന്ന് പറയുന്ന ഈ അഫാന്റെ വാപ്പായുടെ മൂത്ത ചേട്ടനാണ് ലത്തീഫ് എന്ന് പറയുന്നത്. ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യയും അവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടുള്ളത് വാപ്പായുടെ ഉമ്മ, ഈ അഫാൻ എന്ന് പറയുന്ന വാപ്പായുടെ ഉമ്മയെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 88 വയസ്സാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 5 കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൽ ഒന്ന് ഉമ്മ അതിഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പോലീസ് ഇപ്പോഴും അവ്യക്തമായി നിലനിൽക്കുകയാണ്. ചില കാര്യങ്ങൾ അഫാൻ പറയുന്നുണ്ട്. അത് പൂർണ്ണതോതിൽ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്താണ് ഇതിന്റെ കൊലപാതക കാരണമെന്നുള്ളത് നമ്മൾ ഞടുക്കത്തോടു കൂടി അല്ലാതെ അത് നമുക്ക് കേൾക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 5 പേരെ വിവിധ വീടുകളിൽ പോയി, അത് ഒരു വീട്ടിലല്ല 3 വീടുകളിൽ പോയി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന അസാധാരണമായി നമ്മൾ അവിടെയാണ് സേഫ്. അത് എന്ത് മാനസികാവസ്ഥയാണ്. അപ്പൊ സേഫ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇപ്പൊ കുടുംബം ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കൂട്ടക്കൊല ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് മറ്റൊരു വീട്ടിൽ പോയി മറ്റുള്ള ബന്ധുക്കളെയും കൂടാതെ ഈ സുഹൃത്തിനെയും ബാപ്പയുടെ ഉമ്മേനെയും ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു മാനസികാവസ്ഥ, എന്തൊരു പ്രശ്നവുമായിരിക്കും എന്നുള്ളതാണ്. അതെ, അത് പോലീസ് വിവിധ കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. ഒന്ന്, പൂർണ്ണമായി ലഹരിക്കടിമയായ ആൾക്കാരാണ് ഇങ്ങനെ ചെയ്യാറ്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നത്. ഒരു വീട്ടിലല്ല, വിവിധ വീടുകളിൽ പോയി വിവിധ സ്ഥലങ്ങളിൽ. നമ്മൾ ഈ തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ട് ഈ കൊലപാതകം നടന്ന സ്ഥലങ്ങൾ സംബന്ധിച്ച് വിവിധ ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. ആദ്യം ഒരു കൊലപാതകം നടത്തുന്നു, പിന്നീട് ഏതാണ്ട് കിലോമീറ്ററുകൾ സംബന്ധിച്ച് വേറൊരു വീട്ടിൽ വന്ന് 2 കൊലപാതകം നടത്തുന്നു. അതിനുശേഷം സ്വന്തം വീട്ടിൽ വന്ന് 3 കൊലപാതകം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. 2 പേർ മരണപ്പെടുന്നു. സ്വന്തം ഉമ്മ ഗുരുതരമായ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നു. ആ മാനസികാവസ്ഥയിൽ ലഹരിക്കടിമയാണോ എന്നുള്ള സംശയം അത് പോലീസിന് നിലനിൽക്കുന്നുണ്ട്. ലഹരിക്ക് അല്ലെങ്കിൽ പൂർണ്ണതോതിൽ അടിമയായിരിക്കണം ഈ അഫാൻ എന്ന് പറയുന്ന ആൾ. പക്ഷേ നാട്ടുകാരും മറ്റ് ബന്ധുക്കളും പറയുന്നത് അങ്ങനെ ലഹരിക്ക് അടിമയായിട്ട് അറിയില്ല എന്നുള്ളതാണ്. കുറെ കാലം ഗൾഫിലായിരുന്നു, വിസിറ്റിംഗ് വിസയ്ക്ക് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 മേഖലകളിലായി 3 വീടുകളിൽ പോയി ബന്ധുക്കളെ അടക്കം കൊലപ്പെടുത്തുന്നത് എന്തിന് എന്നുള്ള സംശയം പോലീസിന് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ 5 കൊലപാതകങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഉമ്മയുടെ അവസ്ഥ അതീവ ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. പോലീസ് ഇപ്പോൾ ഈ എലിമിഷൻ കഴിച്ച ഈ അഫാൻ എന്ന് പറയുന്ന കൊലപാതകി അയാളുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് പരിശോധനകൾ നടത്തി വരികയാണ്. ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് പരിശോധനകൾ നടത്തി ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്ത് കൂടുതൽ ചികിത്സയിലേക്ക് കടക്കാം എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും പോലീസിനോട് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ 3 കൊലപാതകങ്ങൾ, ഈ 3 സ്ഥലങ്ങളിലായി 5 കൊലപാതകം നടന്നുകൊണ്ട് തന്നെ പോലീസ് അതിന്റെ ഈ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ക്രൈം നടക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ എന്ന് പറയുന്നത് തെളിവുകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഗോൾഡൻ അവേഴ്സ് ആണ്. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള തിരക്കിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടി അവർക്ക് സമയം കിട്ടിയിട്ടില്ല.
കുറച്ച് യെസ്, അതാണ്. അതുമല്ല, ഈ പോലീസിനെ സംബന്ധിച്ച് ഇത് വലിയ ഞെട്ടിൽ. വൈകുന്നേരം വന്നിട്ട് ഒരാൾ പറയുന്നു 6 പേരെ കൊന്നു എന്ന് പറയുന്നതിലുള്ള ഒരു ഞെട്ടിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞതുപോലെ തെളിവുകൾ എടുക്കേണ്ടതുണ്ട്, ഇത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിലും വലിയ വ്യക്തത വരുത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സജ്ജാദ് ചേരുന്നുണ്ട്. സജാദ്, ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട് പലർക്കും ഇയാളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഒരു ബന്ധു പ്രതികരിച്ചത് പോലും ജസ്റ്റ് അറിയാം എന്നുള്ള രീതിയിലാണ്. മറ്റെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അല്ല, അത്തരത്തിൽ തന്നെ നാട്ടുകാർ പറയുന്നത് വെറുതെ സജാദിലേക്ക് വരാം. അവിടെ